അസ്സലാമലൈക്കും ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് എവിടേക്കാ പോകണമെന്ന് വെച്ചിട്ട് പാലക്കാട്ടേക്ക് പോകാൻ കേട്ടോ, ഷെഫ്നൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട്. ഷെഫ്നൂട്ടിനെ എൻ്റെ വ്ളോഗ് കാണാൻ എല്ലാവർക്കും ഷെഫ്നൂട്ടി പറയുമ്പോൾ ആരാണെന്ന് അറിയുന്നുണ്ടാവും. എൻ്റെ ബിലാൽ മോൻ്റെ വൈഫാണ് ഷെഫ്നൂട്ടി. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, കൂട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്ക് പാലക്കാട് കോളേജിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഷെഫ്നൂട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സർപ്രൈസ് ആയിട്ടാണോ കാണാൻ പോണത്. ഞാനും എൻ്റെ 3 അനിയത്തികളും അതേപോലെ എൻ്റെ ഉമ്മയും കൂടിയിട്ടാണ് കാണാൻ പോണത്. അപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ പലഹാരങ്ങളൊക്കെ അവരവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇക്കാണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മക്കൾക്ക് സ്കൂളല്ലേ. അപ്പോൾ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ പോണത്. അവളുടെ അനിയത്തിയുടെ മക്കളും അതേപോലെ എൻ്റെ മക്കളും ഒക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയിട്ട് വരുമ്പോഴത്തേന് ഇൻഷാ അല്ലാഹ് തിരിച്ച് വരണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും പാലക്കാട്ടേക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി കാണാം. അപ്പൊ എല്ലാരും വ്ളോഗ് ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഉന്നക്കായക്ക് സൗണ്ടൊന്നും വേണ്ടതില്ലേ, അത് കോള് പറഞ്ഞോളൂ. അല്ല ഓഫിക്ക് നമ്മള് വീഡിയോ എടുത്ത് ഇട്ട് കൊടുക്കാനാ. പിന്നെ നമ്മളല്ലേ ഇപ്പൊ ഇതിങ്ങനെ ഇവിടുന്ന് ചെയ്യണത്. പിന്നെ ഒക്കെ അവള് വ്ളോഗില് ശരിയാക്കിക്കോളും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവള് പറഞ്ഞോളും. പിന്നെ ഇത് ഉന്നക്കായക്ക് കുത്തിയുളക്കാണ്. ഈ ബാക്കിയുള്ളതൊക്കെ ബാക്കി കുറച്ച് എടുക്കാട്ടാ. തേങ്ങ, പഞ്ചസാര ഒക്കെ ഇട്ട് പിന്നെ വറുത്തിട്ട് കടല, അണ്ടിപ്പരിപ്പും ഒക്കെ കൂടിയിട്ട് ചേർത്തിട്ട് വറുത്തത്. ഇത് ഉന്നക്കായക്ക് ഫില്ലിങ്. ഉന്നക്കായൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് ചെയ്യണം, ചൂടാറാൻ വെച്ചേക്കാം. ഇനി ഉമ്മച്ചി വന്നു കഴിഞ്ഞാല്, അല്ല നിങ്ങൾ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണോ? സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അപ്പോൾ വരികയാണെങ്കിൽ കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിൽ ദോശ ഇതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് വേണം പോവാൻ. മദ്രസ വിട്ട് വരുമ്പോൾ നിഷാദ് എന്തായാലും വെച്ച് വരും കേട്ടോ. കാത്ത വന്നാൽ പറഞ്ഞോളൂ കേട്ടോ. പോയിക്കൊന്നോ. ഹലോ, ഈ നേരത്തെ എൻ്റെ എന്നും കഴിയൂല. ഈ വന്ന് ബെല്ലടിക്കുമ്പോഴാണ് എന്നും ഇവര് പുറത്തേക്ക് ഇറങ്ങുക. ഈ ചോറ് കൊണ്ടുപോല അവിടെ നോക്കിയ നല്ല കുട്ടി. ഇവര് കണ്ടില്ലേ? വണ്ടി വന്നോ? ബസ് വന്നോ? നോക്കി നോക്ക്. പൊന്നുവാ വാ. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വിടണ്ടട്ടാ, താത്താടന്ന് വന്ന് പറഞ്ഞട്ടോ. ദോശ കഴിച്ചിട്ട് പോയാൽ മതി, മദ്രസയ്ക്ക് പറയട്ടോ. ചെരുപ്പ് നല്ലപോലെ കയറ്റിയിട്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. അവര് എല്ലാവരും അവിടുന്ന് ബസ് കയറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. പാലക്കാട് ബസ്സിൽ നേരിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നില്ലേ ബസ് സ്റ്റോപ്പിൽ. എടാ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നില്ലേ ഐശോ. ഇനി അടക്ക് വരാണ്ട്, ഉമ്മ വരാണ്ട്, മുബി വരാണ്ട് അല്ലേ. മറ്റേ മൂത്തമ്മ കൊച്ചുമോൾ പൂത്തന്ത് വിളിക്കുക, താത്തമ്മ അല്ലേ. താത്തമ്മ വരാണ്ട്. ഈ താത്തമ്മ വന്നു അല്ലേ ഐശോ. എന്തിനു നോക്കണ നിങ്ങള്? കാക്കൂന്ന് വിളിക്കുക അബിനെ. അബിനെ എന്താ വിളിക്കുക ഐശോ? എന്താ വിളിക്കുക അബിനെ? കഷ്ടേ കഷ്ടം കഷ്ടേ. 1 2 3 4 5 6 7 1 2 3 4 ബസ് നിർത്താണ്ട പോയിട്ടേ. ബസ് നിർത്തിയില്ല അല്ലേ. കൊച്ചുമോളൊന്ന് ഇതാക്കി പോകുന്നുണ്ട്. അസ്സലാമു അലൈക്കും.
ഏതാ നല്ലത്? ടേസ്റ്റ് ഏതാ? ഷെഫ്നൂട്ടിക്ക് ഇഷ്ടം ഏതാ? അത് മേടിച്ചോ, റോസ്റ്റ് ടൊമാറ്റോ പോലെയല്ല, എല്ലാതും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓറഞ്ച് എന്താ? ഐശു 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 കുട്ടി, നമ്മളിവിടെ എത്തി. ഷെഫ്നി മാമിലൂടെ എത്തി നമ്മള് അല്ലേ? നിങ്ങളിങ്ങോട്ട് ഫ്രണ്ടിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയാ? അത് വേണ്ട, ചോറ് വേണ്ട. അതാണല്ലോ സർപ്രൈസ്. അലൈക്കും സലാം. സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയിട്ട് വന്ന ചോറില്ലല്ലേ? അതാ രസത്തിലല്ല, ടേസ്റ്റിലാണ് കാര്യം. ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയില്ലേ, ഭംഗിയുണ്ടാവും. ഇങ്ങനെ ടേസ്റ്റിലാണ് കാര്യം. ഷെഫ്നൂട്ടിക്ക് മുറിച്ചെടുക്കണേ. ഷെഫ്നൂട്ടിയെ വായോ. ഷെഫ്നൂട്ടി ടേസ്റ്റ് നോക്കിയാ എങ്ങനെയുണ്ട്? ഷെഫ്നൂട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇടുവാ, ഇടുവാ ഇടുവാ. വായോ, അതെ വായോ, ഇങ്ങോട്ട് വാ. വായോ, വലിയ വായോ. സർപ്രൈസ്. നോക്കി നോക്കി, തുറന്നു നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇഷ്ടായ? മറ്റതൊക്കെ ഇഷ്ടമല്ല പറഞ്ഞിട്ട് കഴിച്ചേ? ഇത് രണ്ടും ഇഷ്ടമാണോ? ഇഷ്ടായ? എങ്ങനെയുണ്ട് സർപ്രൈസ്? അൺഎക്സ്പെക്ടഡ് ആയില്ലേ? നോമ്പ് അത് ചെറുക്കുട്ടിയെ അല്ല, ചെറുക്കുട്ടിയെ എങ്ങനെയുണ്ട്? ഞങ്ങൾ വന്നപ്പോ എങ്ങനെ സന്തോഷമായി? സന്തോഷമായി. സർപ്രൈസ് എങ്ങനെയുണ്ട്? സർപ്രൈസ് എങ്ങനെയുണ്ട്? വീഡിയോ ഫോട്ടോയില് മൂബി എല്ലാരോടും സലാം പറയണ്. ആ ടൈമായി. അതെ, അതാണ് മൂവി വേഗം പോണത്. അടുത്ത ഫുഡിന് ടൈമായ കാരണം വായ നീക്ക പോവാ.
ഇഷ്ടം പോലെ കിട്ടും. ബേക്കറി ഒക്കെ കഴിഞ്ഞിട്ട് ബേക്കറി കഴിഞ്ഞ് എന്താ കേക്ക് വരെ ഞങ്ങള് കൊടുന്നിട്ടാ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചായ കുടിക്കാണ്. തുറക്ക വലൈക്കും അസ്സലാം. ഇമ്മണ്ട് മകളെ, ഉമ്മയുണ്ട് മകളെ. ഇവിടെ ആര്? പൊന്നുവാ മുന്നേ മൂബിയച്ചുമ്മ. കൊച്ചുമാര് രണ്ടാളുണ്ട്. മുറിശി കൊച്ചുമ്മയുണ്ട്, കൊച്ചുമോള് കൊച്ചുമ്മയുണ്ട്. സർപ്രൈസ് ആയാ സർപ്രൈസ്. പൊന്നു കാലകം പോയിക്കാവൂലേ? അലൈക്കും അസ്സലാം. ഐ എന്താടി കണ്ടിട്ട് മെയിൻ്റ് ഇല്ലാണ്ട് പോണ് പൊന്നുവാ. മുറിശി കൊച്ചുമ്മേ. ആ അതാണ് ആകാംക്ഷേരി പോണ ഉമ്മ. കൊച്ചുമ്മേ നോക്ക്, ഒരാള് നിക്കണേ. ആര് നിക്കണേ? അതാണ് കുട്ടി നോക്കണത്. ആരത്? കറണ്ട് പോയത് ഇടങ്ങാറായില്ലേ? നിങ്ങള് പോണ നേരത്ത് കറണ്ട് പോയിട്ട് എന്താ നിങ്ങളിവിടെ കാട്ടണ മക്കളെ? മൂസ മൂസ പറഞ്ഞിട്ട് കറണ്ടും പോയിട്ട്. ഐശുവിന് കൊടുത്തിണ്ടായാ അത് ഇറക്കിട്ട് ഐശുവിന് ചെറിയൊരു പൊട്ട് കൊടുത്തിണ്ടായിരുന്നു. ഇറങ്ങി പോയിക്കണ്. നീ കൊടുക്കണ്ടട്ടാ. മുർഷിയുടെ ബാഗോ ഇതവിടെ ഫ്രണ്ടിലുണ്ട്. എങ്ങനെയുണ്ട് മോൾട്ടിയെ? കോട്ടെ മുഫിയ പോണ്ടാണ്ട് കാര്യം. അവര് ഞങ്ങളൊപ്പം തന്നെ വന്നതേ. ഞങ്ങൾ 5:45. ആളിയെ ഇതുവരെ വന്ന ആളിയെ എന്നോ 6 മണിക്ക് വരുന്നതാ. ആ ഇന്ന് ഞാൻ 2-3 വട്ടം ഫോൺ വിളിച്ചേ, അപ്പൊ എടുക്കണില്ല. രാത്രി പണിയുള്ള എന്താന്ന് അറിയില്ല. എന്താ സ്ഥലമോ കാട്ടണ്? അടി അത് ചവിട്ടണ്ട എടുത്ത അവിടുന്ന്. ആ ആരേലും കയ്യിൽ കൊടുത്തൂടാ കുട്ടിക്കത്. പൊന്നു ഓഫാക്കിക്ക. ഐശു അത്തമ്മയുടെ കറില് പോവാ നിക്കാന്ന് വിചാരിച്ചിട്ട് ആവും പോയില്ലേ. കുട്ടി ഒറ്റക്ക് തന്നെ ഇടണം എന്നുള്ള വാശിയാവൂലേ? ഒരാൾ ഇട്ട് കൊടുക്കാൻ സമ്മതിക്കണില്ലല്ലോ. എന്താ സലമോനെ ഇങ്ങനെ? അലൈക്കും സലാം. ഒരു വെള്ള സെഞ്ചി പാത്രമൊക്കെ ആക്കിയിട്ടുള്ള ശരി. അസ്സലാമു അലൈക്കും. മുർഷിയെ നിക്കാൻ വിചാരിച്ച് നടന്നില്ല അല്ലേ? അത് സലമോന്റെക്കും തട്ടി മറിഞ്ഞ അത് കുഴപ്പമില്ല. ഞാൻ ഇതാക്കിക്കൊണ്ട്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അലൈക്കും അസ്സലാം. കറണ്ടും ഇല്ല. പാലക്കാട്ട് നിന്ന് വരുമ്പോ ഇവർക്ക് ഇതാവണ്ട വെച്ചിട്ട് 2 കൂട്ടർക്കും അതന്നെ. ഇനി അതിന് മേടിക്കണം എന്തിനാടി? അല്ല കൊച്ചുമോള് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒരു പൊട്ട് തന്നു. ആ ആ അങ്ങനെ കൊച്ചുമോളും ഉമ്മയും മുർഷിയും എല്ലാരും പോയിട്ടാ. മൂവി പിന്നെ അവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായില്ല. അവൾക്ക് റിസപ്ഷൻ ഉള്ള കാരണം അവള് നേരെ ആ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. വഹാബ് വന്നിട്ട് വിളിച്ചിട്ട് കൊണ്ടുപോയി. വഹാബ് വരുമ്പോൾ കുട്ടികളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി. അപ്പം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പൊന്നു പറഞ്ഞേ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? ഓക്കെ ബൈ.